പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഇതയം മുരളി എന്നുള്ള തമിഴ് സിനിമ കണ്ടു. അതായത് പഴയ നടൻ മുരളിയുടെ മകൻ അഭിനയിച്ച പടമാണ്. പ്രീത മുകുന്ദൻ മലയാളത്തിൽ നിന്നുണ്ട്. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വ സിനിമയിൽ അഭിനയിച്ച നായിക. പിന്നെ തമിഴിലെ കുറച്ച് പുതിയ കുട്ടികൾ, കൂടുതലും പുതിയ കുട്ടികൾ അഭിനയിച്ചിരിക്കുന്ന ഇതയം മുരളി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. നല്ല എക്സലന്റ് മൂവിയാണ്. നല്ല സ്റ്റൈലൻ ലവ് സ്റ്റോറി. ഹൃദയം മുരളി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് പടമാണ്. എന്ന് പറഞ്ഞാൽ പടം കാണുന്നെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് പോയി കാണുക പ്രേക്ഷകർ, കഴിവിന്റെ പരമാവധി. നല്ല സ്റ്റാൻഡേർഡ് ഫിലിം. ഒന്നാം പടത്തിന്റെ നിലവാരം, രണ്ടതിന്റെ തിരക്കഥ, നല്ല സ്റ്റൈലൻ തിരക്കഥ. മൂന്നാമത് പടം ഫ്രെയിം ബൈ ഫ്രെയിം എടുത്തിട്ട് പോകുന്ന വേഗത. ഒരു എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ട ഒരു ലവ് സ്റ്റോറി, ഡിപ്പിക്കൽ ലവ് സ്റ്റോറി ഉള്ള സിനിമ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിടവും ലാഗില്ല. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ മിന്നും പ്രകടനം. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നടൻ യഥാർത്ഥത്തിൽ മലയാളത്തിന് കിട്ടിയ മുത്ത് തന്നെയാണ്. കാരണം അതിനകത്ത് ഒരു പ്രധാന കാരണം, എല്ലാ നടന്മാരും ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടേതായ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടാണ് പടങ്ങളെല്ലാം തിരഞ്ഞെടുക്കണം ചെയ്യണതും. അതിപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും എല്ലാവരും. പക്ഷെ നമ്മളെ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ അങ്ങനെയില്ല. അദ്ദേഹത്തിന് ഒരു ഡിഫറൻറ്റ് തോന്നിയാൽ അദ്ദേഹം ചെറിയ റോളിലായാലും പോയി നല്ല സ്റ്റൈലായിട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫഫയുടെ നല്ല കാമിയോ പെർഫോമൻസ് തന്നെയാണ് ഈ പടത്തിലുള്ളത്. അത് പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന അടിപൊളിയൊന്നുമല്ല, പടത്തിന് അഡോപ്റ്റ് ആവുന്ന രീതിയിൽ ഫഫ ലീഡ് ചെയ്ത് പോവുകയാണ്. കാമിയോ റോളായാൽ പോലും മനസ്സിൽ ഫഫ അങ്ങ് നിറഞ്ഞു നിൽക്കും. നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സിൽ ചെന്നെത്തുമ്പോൾ പടത്തിന്റെ ലീഡ് റോൾ മുരളിയാണ് കൈകാര്യം ചെയ്യുന്നത്. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല പ്രാധാന്യം. ഫഫ സൈഡ് റോളാണ്. പക്ഷെ പടത്തിന്റെ ക്ലൈമാക്സ് വരുമ്പോൾ പുള്ളിക്കാരെ എല്ലാ പ്രേക്ഷകരെയും മനസ്സിലിടയിൽ നിൽക്കും. കറുപ്പ് സിനിമയിൽ ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് മനസ്സിൽ നിൽക്കുന്ന പോലെ. അങ്ങനെ ഫഫയുടെ നല്ല പെർഫോമൻസും മുരളിയുടെയും ഈ ആർട്ടിസ്റ്റുകളെ എല്ലാവരും നല്ല പെർഫോമൻസും, നല്ല ഡയറക്ഷൻ, നല്ല ആക്ഷൻ കൊറിയോഗ്രാഫി, നല്ല മ്യൂസിക്, നല്ല രീതിയിൽ ഡാൻസ് കൊറിയോഗ്രാഫി, നല്ല ക്യാമറ വർക്ക്, ആർട്ട്, നല്ല പോലത്തെ കോസ്റ്റ്യൂം ഡിസൈനിങ്. അതിൽ തന്നെ ബ്രൈഡൽ കോസ്റ്റ്യൂം വിവാഹത്തിന് ഒരുക്കുന്ന ഒരു കോസ്റ്റ്യൂമുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ്. പ്രേക്ഷകർ തിയേറ്ററിൽ പോയി തന്നെ കാണുക. മലയാളത്തിൽ നിന്ന് ഫഫയുണ്ട്, അതുപോലെ തന്നെ മലയാള നടിമാര് പ്രീതി മുകുന്ദനുണ്ട്. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു